ഇത് നമ്മുടെ വേൾഡ് കപ്പ് കഴിയാണ്. സത്യത്തിൽ ഇതാണ് എൻ്റെ, അതായത് എനിക്ക് ഓർമ്മ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2010, 14, 2010 എനിക്ക് ആകെ ഒരു യാ 6 വയസ്സോ വയസ്സുള്ളൂ. പിന്നെ അതിന് ശേഷം അന്ന് തൊട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ 2010, 14, 18, ഇപ്പോൾ 22, ഇപ്പോൾ 26, 5 കൊല്ലമായി. അപ്പോൾ ഇത്ര വേൾഡ് കപ്പ് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം പറയുവാണെങ്കിൽ ഈ വേൾഡ് കപ്പാണ് ഞാൻ ഏകദേശം ഒരു 104 കളി ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏകദേശം ഒരു ഒരു 10, 60, 70 കളിയെങ്കിലും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് 2022 ആണെങ്കിൽ തന്നെ ഞാൻ ആകെ ഫൈനൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ആ ഒരു കൾച്ചറിൻ്റെ ഭാഗത്തിലുണ്ടായിരുന്നു. അതായത് നാട്ടിലെ പോസ്റ്റർ ഉണ്ടാവാം, പക്ഷേ അതിന് മാത്രം കളിയൊന്നും കാണത്തില്ല. ഈ കൊല്ലമാണ് എല്ലാ കളിയും തന്നെ കണ്ട്. അതായത് ഈ വേൾഡ് കപ്പാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോർ മീ. അതായത് എനിക്ക് ഏറ്റവും ബെസ്റ്റായി ഫീൽ ചെയ്ത ഏറ്റവും ബെസ്റ്റ് വേൾഡ് കപ്പ് എല്ലാ വേൾഡ് കപ്പിനെ വെച്ച് നോക്കുമ്പോൾ 10 എനിക്കിഷ്ടമായിരുന്നു. 10 ഞാൻ സ്പെയിനായിരുന്നു അന്ന്, 2010. കാരണം നമ്മുടെ അപ്പൻ, അതായത് പുള്ളി ഇതായിരുന്നു, അതായത് സ്പെയിന് അങ്ങനത്തെ ടീമൊക്കെ എടുക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ കേട്ട് നമ്മൾ എടുത്തതാണ് സ്പെയിൻ. പിന്നെ അതിനുശേഷം 14 എൻ്റെ ടീം ഇതായിരുന്നു. ഞാൻ ആദ്യം ബ്രസീൽ എടുത്തു. പിന്നെ അതിന് ശേഷം ഞാനത് മാറി ഞാൻ സ്പെയിൻ എടുത്തു. സ്പെയിൻ തന്നെ കണ്ടിന്യൂ ചെയ്തു. സ്പെയിൻ തോറ്റു. ആ കൊല്ലം തോറ്റതിന് ശേഷം പിന്നെ നെതർലാൻഡ്സിലോട്ട് ചേക്കേറി. അപ്പോൾ അങ്ങനെ ആ ഒരു കൊല്ലം പോയി. പിന്നെ 18 നമ്മുടെ ടീം ഏതായിരുന്നു എൻ്റെ ടീം 18 സ്പെയിൻ തന്നെ. അത് ഏകദേശം പറഞ്ഞാൽ 2010, 14 സ്പെയിൻ ആയി. പിന്നെ 2018 സ്പെയിൻ തന്നെയായിരുന്നു. ഇത് എങ്ങനെ എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ്ങസ്റ്റ് ടീം, കാരണം ബിഗ്ഗസ്റ്റ് ലീഗ്, അങ്ങനെയാണ് നമ്മൾ എടുക്കുക. പിന്നെ 22-ന് ഏതായിരുന്നു ടീം എടുത്തത്? 22 ടീം എടുത്തില്ല. ഓക്കെ, 22 എനിക്ക് ടീം എടുത്ത ഓർമ്മ. 22 ഞാൻ പ്രത്യേകിച്ച് ടീം എടുത്തിട്ടില്ല. അല്ല, നെതർലാൻഡ്സ് തന്നെ. 2022 ഞാൻ നെതർലാൻഡ്സ് ആയിരുന്നു. അവസാനം അവന്മാരും തോറ്റു. ഈ കൊല്ലം ഞാൻ ഭയങ്കര കോൺഫിഡൻസിൽ ഞാൻ എടുത്ത ടീം ഫ്രാൻസ് ആയിരുന്നു. ഫ്രാൻസ് തോറ്റു. അതും ഒരുമാതിരി തോൽവിയായിപ്പോയി. ചില ആൾക്കാർ പറയുന്നത്, അതായത് ഫ്രാൻസിൻ്റെ തോൽവിക്ക് കാരണം അവർ കംഫോർട്ട് സോൺ. ഞാൻ അങ്ങനെ പറയുന്നത്, അതായത് അവർ ഈ വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടത്, അതായത് ടർക്കി ഇവനാണ് ഇവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ബ്ലാക്ക് ഹോളിൽ നിന്ന് രക്ഷിച്ചതെന്ന് പറയുന്നത്. അതായത് എപ്പോൾ ഇവരോട് കളിക്കുമ്പോഴും 5-1 തോക്കുന്നത്. പിന്നെ അതിനുശേഷം 5-4. അപ്പോൾ ആ ഒരു കംഫോർട്ട് സോൺ പിടിച്ചാൽ മതിയായിരുന്നൊക്കെ പറയും. അപ്പോൾ ഈ കൊല്ലം അങ്ങനെ ഒരു വല്ലാത്തൊരു അടിയായിപ്പോയി. അത് ഫ്രാൻസ് പോയതോടെ പിന്നെ വേൾഡ് കപ്പിനോടുള്ള ഇത് തന്നെ പോയി. കാരണം എനിക്ക് മനസ്സിലാവും, അതായത് നമ്മൾ ഏതൊരു ടീം എടുത്തിട്ട് പിന്നെ തോക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ എനിക്ക് മനസ്സിലാവും. കാരണം ഇവിടെ ഓരോരുത്തർ ക്രിസ്ത്യാനോൻ്റെ പോർച്ചുഗലൊക്കെ പോകുമ്പോൾ നിർത്തി പോകും. അപ്പോൾ അത് ഞാൻ കാണുമ്പോൾ ഞാൻ കരുതി ഈ ഇവന്മാരൊക്കെ എന്താ ഇനി കളി കാണാമെന്ന് അവർക്ക് മൂടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്താ അങ്ങനെ. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാര്യം പിടികിട്ടി. ഓക്കെ, നല്ലൊരു വേൾഡ് കപ്പ് ആയിരുന്നു. അതായത് ആദ്യത്തെ കളി കാണുമെന്ന് പറഞ്ഞാൽ ഇവരുടെ കളിയുണ്ട്, സ്വിറ്റ്സർലാൻഡും ഖത്തറും. അത് കണ്ട പാടെ തന്നെ എനിക്ക് വെറുത്തു പോയി. ഞാൻ വിചാരിച്ചു ഇനി വേൾഡ് കപ്പ് മുഴുവൻ ഇങ്ങനെ ഒരു ഇഴഞ്ഞ കളിയായിരിക്കും എന്ന് കരുതി. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ച് എങ്ങനെ ആയിരിക്കും എന്ന് കരുതി. പക്ഷേ പിന്നെ ഫ്രാൻസിൻ്റെയും ജർമ്മനീൻ്റെയൊക്കെ കളി കണ്ടപ്പോൾ ജർമ്മനിൻ്റെ 7-1 എന്നൊക്കെ ഭയങ്കരമായിട്ട് മാറ്റി ഇതായി. അങ്ങനെ അത് ജർമ്മനി എടുത്തു. ഓക്കെ, ടീമായിട്ട് സെക്കൻഡ് ടീമൊക്കെ എടുത്തു. അങ്ങനൊരു സംഭവമാണ് വേൾഡ് കപ്പിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ. പിന്നെ കുറേ പാട്ട് വന്നു. ആദ്യത്തെ പാട്ടെന്ന് പറഞ്ഞാൽ ലൈറ്റർ ആയിരുന്നു. അതായത് ഞാനിപ്പോൾ വേൾഡ് കപ്പ് ഫോളോ ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു മെയ് തൊട്ടിട്ട് തുടങ്ങിയതാണ്. മെയ് 1 തൊട്ടിട്ട് വല്ലാണ്ട് പാട്ട് നോക്കി. ഇപ്പോൾ പാട്ട് നോക്കുമ്പോൾ ലൈറ്റർ എന്ന് പറഞ്ഞ മറ്റേ ചെല്ലി റോളിൻ്റെ പാട്ട്, അത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വന്നായിരുന്നു ഒരു പാട്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ ഐഷോ സ്പീഡ് വന്നു. DNA എന്ന് പറഞ്ഞ പാട്ട് വന്നു. അത് എൻ്റെ ഫേവറേറ്റ് പാട്ട് എന്ന് പറഞ്ഞാൽ DNA. അത് വേൾഡ് കപ്പിന് തുടങ്ങുന്നതിന് തൊട്ട് ദിവസം മുന്നേ ഇറങ്ങിയ പാട്ട്. പിന്നെ ഇത് ഷാക്കിരേൻ്റെ പാട്ട്, പിന്നെ ഐഷോ സ്പീഡിൻ്റെ പാട്ട്, പിന്നെ നൂറേൻ്റെ പാട്ട്, അങ്ങനെ കുറേ പാട്ടിറങ്ങി. അപ്പോൾ പാട്ട് ആയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ പെർഫോമൻസ് പക്ഷേ കുറേ ആൾക്കാർ കറപ്റ്റ് എന്നൊക്കെ പറഞ്ഞു ഈ വേൾഡ് കപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ. അതായത് ഈജിപ്ത് അങ്ങനെയായിരുന്നു, അല്ല ഈജിപ്തും അർജൻറ്റീനയും തമ്മിലുള്ള അത് തൊട്ടിട്ട് ഏകദേശം ആ ഒരു ടൈം തൊട്ടിട്ട് അങ്ങനെ പറഞ്ഞു തുടങ്ങി. കറപ്റ്റായി, ഫിഫ കറപ്റ്റായി. പിന്നെ എന്തായിരുന്നു, അർജൻറ്റീനയല്ല, മറ്റേ അമേരിക്കയിലെ ഏതൊരു പ്ലെയറിന് മറ്റേ ഡൊണാൾഡ് ട്രംപ് പൈസ കൊടുത്തിട്ട് റെഡ് കാർഡ് കിട്ടിയിട്ട് ആ സസ്പെൻഷൻ ഒഴിവാക്കി എന്നുള്ള സംഭവം. അങ്ങനെ കുറേ സംഭവങ്ങൾ. അതേപോലെ ഓരോരോ
അങ്ങനെ ഓരോ സംഭവങ്ങൾ വന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഒരു മൊത്തത്തിൽ എല്ലാ സംഭവങ്ങളൊക്കെ ചേർന്ന ഒരു അടിപൊളി വേൾഡ് കപ്പായിരുന്നു. ഇനി ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഇനി 4 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വേൾഡ് കപ്പ് ഉണ്ടാവുള്ളൂ. അത് പോർച്ചുഗൽ, മൊറോക്കോ, സ്പെയിൻ ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് പടക്കം പൊട്ടി തുടങ്ങി. അർജൻറ്റീനയുടെ ഈ പ്രാവശ്യം അർജൻറ്റീന കപ്പടിച്ച അടിപൊളിയായിരിക്കും. കാരണം സ്പെയിൻ കപ്പടിച്ചെന്ന് വെച്ചാൽ ഫാൻസ് ഒന്നുമില്ല, അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അന്ന് തന്നെ 2022 കപ്പടിച്ചപ്പോൾ അടിപൊളി ഒരു നാസിക് ഡോൾ പല സംഭവങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം നിങ്ങളുടെ നാട്ടിൽ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അർജൻറ്റീന കപ്പടിച്ചാൽ അടിപൊളിയായിരിക്കും കൾച്ചറലി. പക്ഷേ സ്പെയിൻ ജയിച്ചാൽ എൻ്റെ ടീമായിരുന്നു. എൻ്റെ OG ടീം എന്ന് പറഞ്ഞാൽ സ്പെയിനാണ് പണ്ട് 10 മുതൽ. അതായത് അത് വീട്ടിൽ നിന്ന് കേട്ട് ആണ്, വീട്ടിൽ അങ്ങനെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കാരണം വലിയ ലീഗൊക്കെ ആയതുകൊണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം. കാരണം വലിയ ലീഗായിട്ട് സ്പെയിൻ സത്യം പറഞ്ഞാൽ കുറേ കപ്പടിക്കുന്ന ടീമാണ്, പക്ഷേ അടിച്ചിട്ടില്ല. അത് വേറെ കാര്യം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങളുടെ വേൾഡ് കപ്പിൻ്റെ സ്റ്റോറീസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് കുറേ അടിപൊളി റിയാക്ഷൻ കണ്ടൻറ്റുമായിട്ട് വരാം. ലൈക്ക് ബൈ. അപ്പോൾ എല്ലാവർക്കും വേൾഡ് കപ്പ് ഫൈനൽ ആശംസകൾ.